ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേരൻസ് അവർക്ക് നല്ലൊരു മൊബൈലോ അല്ലെങ്കിൽ ടാബോ വാങ്ങിച്ചു കൊടുക്കും, നല്ലൊരു ഡാറ്റ പാക്കേജും റീചാർജ് കൊടുക്കും. കാരണം എല്ലാ രക്ഷിതാക്കൾക്കും നമ്മുടെ മക്കൾ നന്നായി പഠിച്ചു മിടുക്കരാവണമെന്ന ആഗ്രഹമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെല്ലാവരെയും വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു, ഗെയിമുകൾക്ക് അഡിക്റ്റഡായി, അതുപോലെ മറ്റ് സോഷ്യൽ ആപ്പുകൾക്ക് അഡിക്റ്റഡായി, മറ്റു പല രീതിയിലും മക്കൾ വഴിതെറ്റിപ്പോകുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പാരൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്പാണ് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ കുട്ടികൾ ഏതെല്ലാം ഗെയിം അല്ലെങ്കിൽ എന്തെല്ലാം ആപ്ലിക്കേഷനാണ് അവർ ഡൗൺലോഡ് ചെയ്യുന്നത്, അവർ എത്ര സമയം ഏതെല്ലാം ആപ്ലിക്കേഷനുകൾ ചെലവഴിക്കുന്നു എന്നെല്ലാം നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ മൊബൈലിൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു പോകുന്ന പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ചു കാണുക. എല്ലാ പേരൻസും ഇത് അവരുടെ മൊബൈലിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശിക്ഷണത്തിൽ നമ്മുടെ ഇതിൽ കൊണ്ടു നടന്നാൽ മാത്രമേ നമുക്ക് അവരൊരു കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. കുറച്ച് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ മേൽ വലിയൊരു സ്വാധീനം വലിയൊരു പ്രഷർ ചെലുത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത് കേട്ടൊരു മരണം നമ്മളൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. അതൊക്കെ നമുക്ക് വളരെ വേദനയുള്ളതാണ്. നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കും, അവനോട് അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു കുട്ടിയായതിന് ശേഷം നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ നമുക്കതെല്ലാം ചെയ്ത് നമുക്ക് അവരുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഈ കാണുന്ന രണ്ട് ആപ്ലിക്കേഷനുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഒന്ന് പാരൻറ്റിൻ്റെ മൊബൈലിലും ഒന്ന് കുട്ടിയുടെ മൊബൈലിലുമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മൾ പാരൻറ്റിൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ കുട്ടിയുടെ മൊബൈലിൽ നിന്നാണ് ചോദിക്കുന്നത്. നമ്മൾ യെസ് കൊടുക്കുക, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു നമ്പർ വരും. ഈ നമ്പർ നമ്മൾ കുട്ടിയുടെ മൊബൈലിൽ കൊടുക്കേണ്ടി വരും. നമ്മൾ കുട്ടിയുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ചൈൽഡ് എന്ന് സെലക്ട് ചെയ്ത് ദിസ് ഡിവൈസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണോ നമ്മളെ ഫോൺ വർക്ക് ചെയ്യുന്നത്. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാണ്ട് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ പാരൻ്റെ മൊബൈലിൽ കാണുന്ന ആ 3 അക്ക നമ്പർ N9PANUGJ9 ഈ നമ്പർ നമ്മൾ കുട്ടിയുടെ മൊബൈൽ എൻ്റർ ചെയ്ത് അവിടെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുക. കുട്ടിയുടെ മൊബൈലിലും അതുപോലെ പാരൻ്റെ മൊബൈലും ഒരേപോലെ വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. കാരണം ഇത് രണ്ടും ഒരേപോലെ സിങ്ക്രണൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ട് ആപ്പും മറ്റേ ടൈമിൽ തന്നെ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇവിടെ പാരൻ്റെ മൊബൈൽ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ മൊബൈലിലെ സെറ്റപ്പ് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അതേപോലെ തന്നെ പാരൻ്റെ മൊബൈലിലെ സെറ്റപ്പും ഒരേപോലെയാണ് കംപ്ലീറ്റ് ആവുക. നമ്മുടെ കുട്ടിയുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൻ്റെ പാസ്വേഡ്, ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇതുപോലെ ജോയിൻ പെർമിഷൻ, നമ്മളിതൊരു ഫാമിലി ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിലൊരു ജോയിൻ പെർമിഷൻ നമ്മൾ ജോയിൻ സെലക്ട് ചെയ്യണം. ഇതൊരു സമ്മറിയാണ് കാണിക്കുന്നത്. നമ്മുടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടിയുടെ മൊബൈലിൽ പാരൻ്റെ മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കുട്ടിയുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പിന്നീട് പറയാം. എന്നിട്ട് പെർമിഷൻ നമ്മൾ അലോ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടിയുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ ആപ്ലിക്കേഷൻസ് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. ഇതെല്ലാമാണ് അതിൻ്റെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. താഴെ അക്സെപ്റ്റ് കൊടുക്കുക. ഇത്രയും സെറ്റപ്പാണ് നമ്മുടെ കുട്ടിയുടെ മൊബൈൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓൾമോസ്റ്റ് അത് ഫിനിഷായി. ഇപ്പോൾ നമ്മുടെ കുട്ടിയുടെ മൊബൈലിൽ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, എന്തെല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ലിങ്കാണിത്. ഇവിടെ വെച്ച് എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. നമുക്ക് പിന്നീട് പാരൻ്റെ മൊബൈലിൽ വെച്ച് ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ നമുക്ക് പാരൻ്റെ മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ആപ്ലിക്കേഷനുകളെ സർട്ടൻ ടൈം വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ വിടാം, അതുപോലെ ബ്ലോക്ക് ചെയ്യാം.
അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പാരൻ്റെ മൊബൈൽ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പാരൻ്റെ മൊബൈൽ ഫാമിലി ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇങ്ങനൊരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ആദ്യം കാണുക. ഏറ്റവും താഴെ വ്യൂ സെലക്ട് ചെയ്താൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസുകൾ ഇതിൽ അവൈലബിൾ ആണ്. എന്തെല്ലാം കൺട്രോളുകൾ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം സെറ്റിങ്സുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ മാനേജ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം സെറ്റിങ്സുകളാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത്. നമുക്കത് നോക്കാം. ഒന്നാമത്തേത് ഗൂഗിൾ പ്ലേ ആണ്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും നമുക്ക് എന്തെല്ലാം ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു പ്രോഗ്രാം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു പർച്ചേസ് അപ്രൂവലാണ് ഇത്. നമുക്കിവിടെ ഇങ്ങനെ വേണമെങ്കിൽ നോ അപ്രൂവൽ റിക്വയർഡ് അല്ലെങ്കിൽ ഓൾ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗെയിംസുകൾ, എത്ര റേറ്റഡ് ഗെയിംസുകൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ളതെല്ലാം നമുക്ക് ഇത് വെച്ച് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൂവീസ്, അതുപോലെ ബുക്സ്, ഇതെല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് റേറ്റഡുള്ള മൂവീസ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു റേറ്റഡുള്ള മൂവി അലോ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാം. അതുപോലെ ബുക്സ്, അത് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ബുക്സ് നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കിവിടെ അലോ ചെയ്യാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് മറ്റ് സെറ്റിങ്സുകൾ നോക്കാം എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ളത്. രണ്ടാമത് ഗൂഗിൾ ക്രോമാണ്. അത് ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് ഏതെല്ലാം വെബ്സൈറ്റുകൾ കാണാം, ഏതെല്ലാം വെബ്സൈറ്റുകൾ കാണരുത്, അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ വെബ്സൈറ്റുകൾ മാത്രം, അതായത് സർട്ടൻ വെബ്സൈറ്റുകൾ മാത്രം കുട്ടിക്ക് അലോ ചെയ്യാം, അല്ലെങ്കിൽ സർട്ടൻ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ സൈറ്റുകളുടെ നെയിം നമുക്കിതിൽ എൻ്റർ ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ അപ്രൂവ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവ്ഡ് സൈറ്റുകൾ മാത്രം വരും. അതായത് ബ്ലോക്ക്ഡ് സൈറ്റുകൾ കൊടുത്തു ഈ ബ്ലോക്ക്ഡ് സൈറ്റുകളൊന്നും തന്നെ നമ്മുടെ കുട്ടിയുടെ മൊബൈലിൽ വരികയില്ല. നമുക്ക് ഈ ആഡ് വെബ്സൈറ്റ് കൊടുത്ത് നമുക്കിവിടെ വെബ്സൈറ്റിൻ്റെ ID നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ www.google.com കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആ google.com ഒരിക്കലും അതിൽ എനേബിൾ ആവുകയില്ല. അതുപോലെ നമുക്ക് ഏത് വെബ്സൈറ്റ് വേണം ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഗൂഗിളൊന്നും കൊടുക്കരുത്, കാരണം ഗൂഗിൾ എല്ലാത്തിനും നമുക്കൊരു സെർച്ച് എഞ്ചിനാണ്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് യൂട്യൂബിൽ നമുക്കിതിൽ റെസ്ട്രിക്റ്റഡ് മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഈ പോൺ സൈറ്റുകളും കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും തന്നെ നമുക്ക് കുട്ടിയുടെ മൊബൈലിൽ വരികയില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒത്തിരി അഡ്വാൻസ്ഡ് എല്ലാ രീതിയിലും നമുക്ക് കുട്ടിയുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇതാണ് ആപ്ലിക്കേഷൻസ്. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസും ഇന്നത്തെ ദിവസം എത്ര സമയം വർക്ക് ചെയ്തു എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ സമ്മറിയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ വെച്ച് ഈ കുട്ടിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു 30 മിനിറ്റ്സ് ഇന്ന് പെർട്ടിക്കുലർ ഡേ നമുക്കൊരു യൂട്യൂബ് ഒരു 30 മിനിറ്റ്സ് അലോ ചെയ്യാം കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ഗെയിം വേണമെങ്കിൽ 1 അവർ ഗെയിം കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇതുപോലെ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 അവർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ ആ ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിസേബിൾ ആവും. വിത്തൗട്ട് പെർമിഷൻ പിന്നെ ആ ഗെയിം കളിക്കാൻ പറ്റില്ല. ഇതുപോലെ വളരെ നല്ല രീതിയിൽ നമുക്ക് കുട്ടിയുടെ മൊബൈൽ ഒരു പാരൻസിന് കൺട്രോൾ ചെയ്ത് കുട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും. എല്ലാ രക്ഷിതാക്കളും ഇതെല്ലാം ചെയ്ത് നമ്മുടെ കുട്ടിയെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് ലൊക്കേഷൻ. നമ്മുടെ കുട്ടി ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്, നമ്മുടെ കുട്ടി സ്കൂളിലാണോ അല്ലെങ്കിൽ വേറെ പുറത്താണോ എവിടെ എന്നുള്ളത് നമുക്ക് കുട്ടിയുടെ ലൊക്കേഷൻ നമുക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ലൊക്കേഷൻ നമുക്ക് അറിയാൻ സാധിക്കും. ഇത്രയും ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫാമിലി ലിങ്ക് ആപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ ഡിലീറ്റ് ചെയ്യണം, എല്ലാത്തിനും നമുക്കിതിൽ പെർമിഷൻ സെറ്റ് ചെയ്യാം. ഇനി കുട്ടിയുടെ മൊബൈലിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ആ സമയത്ത് അതൊരു അപ്രൂവൽ ചോദിക്കും. നമ്മുടെ പാരൻ്റ് അപ്രൂവൽ ഇല്ലാണ്ട് നമുക്ക് കുട്ടിയുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഒരു ആസ്കിൻ മെസ്സേജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാരൻ്റെ മൊബൈലിൽ വരുന്ന അപ്രൂവൽ റിക്വസ്റ്റ് കാണിക്കാം. പാരൻ്റെ മൊബൈൽ ഫാമിലി ലിങ്ക് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന വ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 അപ്രൂവൽ റിക്വസ്റ്റ് പെൻഡിങ് എന്ന് കാണിക്കും. അപ്പോൾ ഇതിവിടെ ഡിനേ ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ആവുകയില്ല. അപ്രൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ആവും. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടിയുടെ മൊബൈൽ നമുക്ക് വളരെ ദുരുപയോഗം ചെയ്യുന്നതും എല്ലാ രീതിയിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.